ഹാപ്പി വാലന്റൈൻസ് ഡേ. ഹലോ അയ്യോ 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 അമ്മ എങ്ങോട്ടാ പോണേ? നമ്മള് വാലന്റൈൻസ് ഡേ ആയിട്ട് നൈറ്റ് ഡ്രൈവിന് ഇറങ്ങിയതാണ്. ഞങ്ങൾ മിഠായി വാങ്ങാൻ ഇറങ്ങിയതാണ് ഗൈസ്. ഞങ്ങൾ ഇന്ന് മുതലേ വ്ളോഗ്സ് ഇടാൻ തുടങ്ങണം. അങ്ങനെ നമ്മൾ കുറച്ചുകൂടി കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ തുടങ്ങുകയാണ്. ഇപ്പൊ എല്ലാവരും വീഡിയോ ചെയ്യുമ്പോൾ പറയുന്ന കാര്യമാണ് നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ ഇടണം എന്നുള്ളത്. ഇപ്പൊ നമ്മൾ കുറച്ച് കാലം യൂട്യൂബിൽ വീഡിയോസ് ഒന്നും, അതായത് ഷോർട്സ് ഇടും, പക്ഷെ വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു. നിങ്ങൾക്ക് നമ്മളെ കണ്ടന്റ്, പലവിധം കണ്ടന്റുകൾ കാണാൻ പറ്റും. സോ നമ്മൾ കാലിക്കറ്റേക്ക് തിരിയണം. ഇനി നമ്മള് ഒന്ന് ബീച്ച് കറങ്ങിയിട്ട് അടുത്ത പരിപാടി. എന്നാലും രാത്രി കോഴിക്കോട് ബീച്ച് എന്ന് പറഞ്ഞാല് വേറെ തന്നെയാണ് അല്ലേ? അതിന് വേറൊരു കാരണമുണ്ട്. നമ്മളെ വീഡിയോ കുറച്ച് പേരാണെങ്കിലും കാണേണ്ട കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അതിൽ പെട്ടാണ് എന്റെ സദസ്താത്. പിന്നെ മദർസില് 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ പഠിപ്പിച്ച സദസ്താത്. മൂപ്പര് ചിപ്പെടുത്ത് മെസ്സേജ് എല്ലാ എത്താപ്പോ വീഡിയോ ഒന്നും ഇടാത്ത എന്നൊക്കെ ചോദിച്ചു കണ്ട്. അപ്പോൾ അതാണ് ഒരു റീസൺ. ഞാൻ വിചാരിച്ചു നമുക്ക് അത്രയും പ്രേക്ഷകരുണ്ടാകുമ്പോൾ നമ്മൾ എന്തുകൊണ്ട് വീഡിയോ എടുക്കുന്നില്ല, അത് മോശമല്ലേ. അങ്ങനെ നമ്മൾ ബീച്ചിലോട്ട് ഇറങ്ങി. കുറച്ചു കാലമായിട്ട് കാലിക്കറ്റ് നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ഏത് സമയത്തും എല്ലായിടത്തും ഫുൾ ക്രൗഡഡ് ആയിരിക്കും. അതുപോലെ തന്നെ ബീച്ചിൽ ഒരുപാട് പേരുണ്ടായിരുന്നു. ഇവിടെ കുറേ പേര് ചേർന്ന് പാട്ട് പാടുന്നുണ്ട്, ഡാൻസ് ചെയ്യുന്നുണ്ട്. നല്ല ഡിഫറെന്റ് വൈബാണ് എല്ലാവരും. ഫുള്ള് വൈബിലാണ്. ജസ്റ്റ് നമ്പർ 3 ഓൺ ദ സ്റ്റേജ്. പാട്ട് വന്നപ്പോ ഞങ്ങള് ഓണായി. അയ്യോ അയ്യോ എന്താ, അയ്യോ ഇതെന്താ? സോ ഗൈസ്, നമ്മള് എയ്ഹാനെയും ഷാഹിനെയും റൂമിക്ക് തട്ടാണ്. കിടക്കൂ കിടക്കൂ, ബെഡില് കിടക്കൂ. ചെയ്യോ മല കൊണ്ട് പോകാൻ പറ്റിയതാ. കാലിന് നീരുള്ളത് തള്ള വൈബ്. ഇത് ചെറിയ പെണ്ണൊന്നുമല്ല, ഇതിന് നല്ല പ്രായക്കണം. എന്താ നൈറ്റ് ഔട്ട് ഇറങ്ങി നമ്മൾ അടുത്ത ഒരാളെടുത്തിട്ടുണ്ട്. ഫേമസ് മിസ്റ്റർ അദ്നാൻ മാടമ്പി. നമ്മളിതാ ബീച്ചിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കൊരു ഫുഡ് സ്പോട്ട് സജഷൻ കിട്ടിയിട്ടുണ്ട്. നമുക്ക് നേരെ അങ്ങോട്ട് പോയാലോ? അങ്ങനെ നമ്മളൊന്ന് റിലാക്സ് ചെയ്യാനായിട്ട് ഇതാ സ്പോട്ടിലെത്തിയിട്ടുണ്ട്. രാത്രി 2 മണിക്ക് കടി എന്നാണ്ട് ഫുഡ് വന്നു. ഹാപ്പി വാലന്റൈൻസ് ഡേ. ഫസ്റ്റ് ഉണ്ടല്ലോ നമ്മള് സ്റ്റാർട്ടിങ്ങിൽ സമയം 2 മണിയായിട്ടുണ്ട്. ഇതാ നമ്മൾ കാലിക്കറ്റ് ഉള്ളത്. ഇവിടെ അടിപൊളി ഒരു സ്പോട്ടാണ്. ഇപ്പോൾ കാലിക്കറ്റ് ബീച്ചിൽ നിന്നൊക്കെ മാറി ഇപ്പോൾ നമ്മൾ മെഡിക്കൽ കോളേജ് റോഡിന് കൂരാണ്. ഇവിടെ റോഡിൻ്റെ 2 സൈഡിലായിട്ട് ഇഷ്ടം പോലെ കഫേസ് വന്നിട്ടുണ്ട്. അടിപൊളി ഫുഡ് സ്പോട്ടുകളാണ്. സോ ലേറ്റ് നൈറ്റൊക്കെ ഹാങ് ഔട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വരിക. ഇഷ്ടപ്പെട്ടോ? ഉറക്കം വരുന്നുണ്ടോ? അപ്പൊ ഞങ്ങൾ വയനാട് ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്മൾ ഇന്നത്തെ റൈഡ് ഒട്ടും പ്ലാൻഡ് അല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ നേരെ വയനാട് ചുരം കയറി മേലെ എത്തിയപ്പോൾ ഒരു പെട്രോൾ പമ്പിൽ നേരെ കയറി കുറച്ച് ടൈം റെസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ അടിപൊളിയായിട്ട് കിടന്നുറങ്ങിയതാ. അടിപൊളിയായി കിടന്നുറങ്ങുന്നുണ്ട് ആൾക്കാർ. കാർ ഇങ്ങനെ സെറ്റ് ചെയ്തത് കാരണം മോൾക്കും സുഖമായിട്ട് ഉറങ്ങാനായിട്ട് പറ്റിട്ടോ.
അങ്ങനെ ഒരു 6:30 ആയപ്പോൾ നമ്മൾ ക്ഷീണമൊക്കെ മാറി ഞങ്ങളിതാ നേരെ താഴോട്ട് ഇറങ്ങാണ്. ഈ സമയത്തൊക്കെ നല്ല കോട ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നല്ല തണുപ്പുണ്ടായിരുന്നു, നല്ല കോട ഉണ്ടായിരുന്നു. ചായ അടിക്കാം. morning tea. ഈ മാസം ഏതായാലും നല്ല ഉറക്കം കിട്ടിയിരിക്കണു. ആള് നീച്ച്. ഹലോ, ഗുഡ് മോർണിംഗ്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് അതിനാ എക്സ്പീരിയൻസിനെ പറ്റി? കൊണ്ടാണ് വയനാട്ടിലേക്ക് വന്നത്, കടന്നുകൊണ്ട് തിരിച്ചു പോവുകയാണ്. അത് നമ്മൾ കോട ഇറങ്ങി തുടങ്ങി. അപ്പൊ നമ്മള് ഫുഡ് കഴിക്കാൻ നാരങ്ങാളി റെസ്റ്റോറൻറ്റിലേക്ക് പോണേ. ഇനിയിപ്പോൾ നാരങ്ങളിലാണ് നല്ല വിശപ്പുണ്ട്. ബീഫല്ലേ? ഫുഡിന് കാത്തിരിക്കുകയാണ്. അപ്പൊ നമ്മളിപ്പോൾ ഉള്ളത് ട്രെൻഡിങ് ആയിട്ടുള്ള നാരങ്ങാളി റെസ്റ്റോറൻറ്റിലാണ്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് പറഞ്ഞത് ചെമ്മീനും കൂന്തലും ഗ്രേവി ആയിട്ട് ചിക്കൻ മപ്പാസും, അതുപോലെ ലാസ്റ്റ് നമ്മൾ ബീഫ് എടുത്തു. ഇതിൽ ഓരോ ഡിഷും ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിരുന്നു, എല്ലാം അടിപൊളിയായിരുന്നു. അതുപോലെ ഈ റെസ്റ്റോറൻറ്റ് രാവിലെ 6:30 മണിക്ക് ഓപ്പൺ ആവും. നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് സ്പോട്ടായിട്ട് നമ്മൾ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്ന റെസ്റ്റോറൻ്റാണ്. അടിപൊളിയാണ് ഫുഡൊക്കെ. So guys, guess the bill. പറ. 950. അതിനാണ് 890. അയ്യോ അയ്യോ, മമ്മി കേല ഡാഡി കേല. അപ്പൊ ഗൈസ് നമ്മൾ ഫുഡ് കഴിച്ച് ഇപ്പോൾ തിരിച്ചു പോണ വഴിയാണ്. അപ്പോൾ നമ്മളിവിടെ ഒരു തൂക്കുപാലം കയറാൻ വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചതിന് വെറും 697 രൂപ ആയിട്ടുള്ളൂ. നമ്മൾ ഗസ് ചെയ്ത അവിടേക്കൊന്നും എത്തിയിട്ടില്ല. സോ സൂപ്പറാണ്, അടിപൊളിയാണ്. ഇതാണ് തൂക്കുപാലം. നല്ല രസമുള്ള പുഴയാണ്, അത്യാവശ്യം ആഴമൊക്കെ ഉണ്ട്. ഇതിങ്ങനെ നല്ലോണം ഇളകണുണ്ട്. ഇളകല്ല, ഇത് പറ്റ പൊതിർന്ന് നിൽക്കണം. സോ ഗൈസ്, നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. സോ ഇതൊക്കെയായിരുന്നു നമ്മളെ ഇന്നത്തെ പരിപാടികൾ. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ ഇതുപോലത്തെ വീഡിയോ ഇനി വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.